ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടുക്കി ജില്ല സാഹിത്യരംഗത്ത് വലിയ ഉണർവിനെ പ്രാപിക്കുകയാണ്. നമ്മുടെ സാഹിത്യ ഭൂപടം പണ്ടത്തെ അപേക്ഷിച്ച് എത്രയോ ആർജവമുള്ളതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കി ജില്ലയിലെ 70 കവികളെ കോർത്തിണക്കിക്കൊണ്ട് അടിമാലിയിലെ കലാസാംസ്കാരിക വേദിയായ ധാര വാക്കുപൂക്കുന്ന കാടകങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കുകയാണ്. അടിമാലിയുടെ സാഹിത്യ ചരിത്രത്തിൽ അതൊരു വലിയ മുഹൂർത്തമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് 2 പ്രമുഖ കവികളാണ്. ശ്രീ എൻ വിജയമോഹൻ, അദ്ദേഹം ജില്ലയിൽ അറിയപ്പെടുന്ന കവിയും സാംസ്കാരിക പ്രവർത്തകനും ഒപ്പം വാതിൽ എന്ന മാസികയുടെ പത്രാധിപരുമാണ്. അടുത്തയാൾ ശ്രീ അഫ്സൽ ആനച്ചാൽ. അദ്ദേഹം കുറേ കാലങ്ങളായി അടിമാലിയുടെ സാംസ്കാരിക മേഖലയിൽ നല്ല അടയാളപ്പെടുത്തലുകൾ നടത്തിയ ആളാണ്. നല്ല കവിയാണ്, നല്ല നിലയിൽ കവിത എഴുതുന്ന വ്യക്തിത്വവുമാണ്. 2 പേർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. വിജയമോഹൻ സാർ, ഇപ്പോൾ ധാര കലാസാംസ്കാരിക വേദി എന്ന പേരിൽ അടിമാലിയിൽ ഒരു കലാസാംസ്കാരിക സംഘടന പ്രവർത്തനം ആരംഭിച്ചിട്ട് 3-4 വർഷങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു. ഈ 4-5 വർഷങ്ങൾ കൊണ്ട് തന്നെ ധാരയെ ആളുകൾ അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക മേഖല ഏറെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം അത്. എന്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവരുടെ വലിയൊരു ചുവടുവയ്പ്, സാറും കൂടി അടങ്ങുന്ന ഒരു സമിതിയാണത്. വലിയൊരു ചുവടുവയ്പ്, ഒരു വേണമെങ്കിൽ ചരിത്ര മുഹൂർത്തം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ വാക്ക് പൂക്കുന്ന കാടകങ്ങൾ എന്ന പേരിൽ ജില്ലയിലെ 70 കവികളെ അണിനിരത്തിക്കൊണ്ട് ഒരു പുസ്തകം ഇറക്കുന്നു. ഈ പുസ്തകം 4-ാം തീയതി 11 മണിക്ക് അടിമാലിയിൽ വെച്ച് പ്രകാശിതമാകും. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലൊരു ചേതോവികാരം? അടിമാലി ധാര കലാസാംസ്കാരിക വേദി അതിൻ്റെ പിന്നിട്ട വഴികളിൽ ചെയ്തു പോന്നിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗം എന്ന നിലയിൽ ഒരു പുതിയ സംരംഭം അക്ഷര ലോകത്തേക്ക് കൂടി കടന്ന് അതിനൊരു ധാരയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെയുണ്ട്. അത് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യത കുറവുള്ള ആളുകളെ അവർക്ക് അവസരം കൊടുക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഇടുക്കിയിലെ കവികളെ ആൾക്കൂടി ചേർത്തുകൊണ്ട് ഒരു പുസ്തകം പുറത്തിറക്കുക എന്ന ആലോചന ഉണ്ടായി. അതിൻ്റെ ഫലമായി ഇപ്പോൾ സാഹിത്യരംഗത്തേക്ക് ഒരു പുസ്തക പ്രകാശനവുമായി, പുസ്തക പ്രസിദ്ധീകരണവുമായി വരാൻ ധാരയ്ക്ക് കഴിഞ്ഞു. അത് അവരുടെ ധാരയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ശ്രീ അഫ്സൽ ആനച്ചാൽ, ഈ എത്രയോ സാംസ്കാരിക സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ കാര്യമാത്രം പ്രസക്തമായി പ്രവർത്തിക്കുന്നേയില്ല. അടിമാലിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാംസ്കാരിക സംഘടനകൾക്കൊരു കുറവുണ്ടായിട്ടില്ല. പക്ഷെ ധാര അത്തരത്തിലല്ല. ധാര വന്ന നാൾ തൊട്ട് അത് ശക്തമായി ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സമൂഹത്തിനായി ചെയ്തത്? കേവലം കലാസാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സമാന മനസ്സിലായിട്ടുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ കൊറോണയുടെ അതിതീവ്ര വ്യാപന കാലഘട്ടത്തിലാണ് ഓൺലൈനിലൂടെ നമ്മൾ നേരം കളയുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു കലാസാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രസ്ഥാനമാണ് ധാര. അത് പിന്നീട് കൊറോണയുടെ കാലം കഴിഞ്ഞ് നമ്മൾ അടച്ച വാതിലുകൾക്ക് പുറത്തിറങ്ങി സമൂഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ കലയ്ക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടി കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒരു സംഘടന എന്നുള്ള നിലയിൽ പലതും ചെയ്യാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാട്, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ധാര കലാസാംസ്കാരിക വേദിയുടെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. നമ്മൾ തുടക്കത്തിൽ കലാസാംസ്കാരിക മേഖലയിൽ നമ്മുടെ അടിമാലി, സാറിപ്പോൾ പറഞ്ഞതുപോലെ അടിമാലി മേഖലയിൽ കലാസാംസ്കാരിക മേഖലയ്ക്ക് വലിയ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള, മുൻകാലങ്ങൾ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ഹൈറേഞ്ചിൻ്റെ ഒരു പ്രത്യേക സ്ഥലം എന്നുള്ള നിലയ്ക്ക്, അത് വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ആ അടിമാലി കേന്ദ്രീകരിച്ച് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തുടക്കമിടുകയും അത് ആദ്യം തന്നെ നമ്മൾ വെള്ളത്തൂവലിൽ സ്നേഹവീട് എന്ന പേരിൽ
ഒരു അമ്മയ്ക്ക്, നിരാലംബയായ ഒരു അമ്മയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് ധാരാ കലാ സംസ്കാര വേദി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഗോത്രവർഗ വിദ്യാർത്ഥികൾ, അത് ഗോത്രവർഗ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഹാജർ നിലവാരം വളരെയധികം കുറയുകയാണ്. അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം, ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർക്ക് മുന്നോട്ട് വരുന്നതിന് കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവരുടെ ഹാജർ നിലവാരം ഉയർത്തുന്നതിനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഗോത്രവർഗ മേഖലയിൽ ആദ്യമായി നമ്മൾ കുറത്തിക്കുടിയിലാണ് നമ്മൾ മിഷൻ കുറത്തിക്കുടി എന്ന പേരിൽ ധാരയും. കുറത്തിക്കുടിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഉണ്ട്. അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് ആദ്യഘട്ടത്തിൽ നമ്മൾ 47 കുട്ടികളുണ്ടായിരുന്ന ആ സ്കൂളിൽ അന്ന് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഹാജറുണ്ടായിരുന്നത് 9 കുട്ടികൾ മാത്രമാണ് ഹാജരുണ്ടായിരുന്നത്. ബാക്കിയെല്ലാ കുട്ടികൾ നമ്മുടെ രേഖകളിൽ മാത്രം കൊള്ളുന്ന ഒരു അവസ്ഥ. ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു മേഖലയാണ് ആദിവാസി ഗോത്ര മേഖല. അവർക്ക് നമ്മൾ ചെയ്ത കാര്യം വെച്ചാൽ അവരുടെ ഒരു വർഷക്കാലം നമ്മൾ അവരെ ദത്തെടുക്കുകയും, അതായത് അവരുടെ സ്കൂളിലെ എന്ത് ആവശ്യങ്ങളാണോ, ഇപ്പോൾ സർക്കാർ പല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും, അവരുടെ വസ്ത്രം ഉൾപ്പെടെ അവരുടെ ഓരോ ആഘോഷങ്ങളിലും അവരുടെ ഹാജർ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത്. അതിനുവേണ്ടി നമ്മൾ മാസത്തിൽ 500 രൂപ വെച്ച് കുട്ടികൾക്ക് കൃത്യമായി ഹാജർ നിലവാരമുള്ള നിശ്ചിത ശതമാനം ഹാജർ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് കൊടുക്കുകയുള്ളൂ എന്ന് നമ്മൾ മാതാപിതാക്കളെയും കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അടിമാലിയുടെ ഈ ഗോത്രവർഗ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് കുറത്തിക്കുടിക്കുള്ളത്. ആ കുറത്തിക്കുടി ഒരുപക്ഷെ അടിമാലിയിൽ നിന്ന് വളരെ റിമോട്ടായ ഒരു മേഖലയാണ്, വളരെ അകലം പാലിക്കുന്ന, അതായത് ഈ മാങ്കുളം പഞ്ചായത്തിന് അതിരിടുന്ന ഒരു ഗോത്രവർഗ മേഖലയാണ്. ഇപ്പോൾ അവിടെ ഭൂമിശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ ഫോറസ്റ്റുകാരും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഞാൻ വിജയമോഹൻ സാറിൽ ഒന്നുകൂടെ പോയിട്ട് തിരിച്ചു വരാം. വിജയമോഹൻ സാറ്, ഈ വാക്കുപൂത്ത കാടകങ്ങൾ കാര്യം കലാസാഹിത്യവേദി എന്ന നിലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാടകം ഉൾപ്പെടെ ഇവിടെ കൊണ്ട് ചന്ദ്രയ്ക്കുമുണ്ട് ഒരു കഥ പറയാൻ തുടങ്ങിയ നാടകമൊക്കെ ഇവിടെ കൊണ്ടുവന്നു കാളിദാസ കലാകേന്ദ്രയുടെ. പക്ഷേ ഇതൊരു പുതിയ സംരംഭമാണ്. ഇതൊരു പുതിയ സംരംഭം എന്ന് പറഞ്ഞു കൂടെങ്കിൽ പോലും ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജില്ലയിൽ 70ഓളം കവികളുണ്ടോ എന്ന് ആശ്ചര്യപ്പെടുന്നവരുണ്ട്. ഇവരെ ഇങ്ങനെ കോർത്തിണക്കി ചെയ്യാൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു? അതൊരു ടാസ്ക്. അതായത് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ പ്ലാൻ എടുക്കുകയും അതിന് അറിയിപ്പ് കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ കൃതികൾ, അതിൻ്റെ രചനകൾ നമുക്ക് ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം ഏകദേശം കവികളുടെ ഒരു എണ്ണത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. അങ്ങനെ ലഭിച്ച കൃതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ നിലവാരത്തെ സംബന്ധിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായി ഇത് കളക്ഷനെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ പലരുടെയും ഒരു നിർദ്ദേശം വന്നു, അതിൻ്റെ ഒരു നിലവാര സൂക്ഷിപ്പ് വേണം എന്നൊരു നിർദ്ദേശമുണ്ടായി. പക്ഷേ അത് ധാര കലാസാംസ്കാരിക വേദിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അസാധുവാക്കുന്നതാണ് എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർഹതപ്പെട്ട ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക, അവർക്ക് അവസരം കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് മുതിർന്ന എഴുത്തുകാർക്കൊപ്പം അവരെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് ഷിനോദാണ് അതിൻ്റെ ലേഔട്ടും കവറും DTP എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി അതിൻ്റെ യാതൊരു നിർമ്മിതിയിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ മലയാളത്തിലെ ഏതൊരു പ്രസാധകൻ്റെയും ഒപ്പം നിർത്താവുന്ന, അവരുടെ പുസ്തകങ്ങൾക്ക് ഒപ്പം നിർത്താവുന്ന രീതിയിലാണ് വാക്കുപൂക്കുന്ന കാടകങ്ങളെന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്ന നമ്മുടെ അവതാരകൻ ജോസ് കോനാട്ടാണ്. അതിനെ അതിലെഴുതിയിരിക്കുന്ന 70ഓളം കവികളെ സ്പർശിച്ചുകൊണ്ട് ആ കവിതകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് വളരെ വിലപ്പെട്ട ഒരു ആമുഖമാണ്, അവതാരികയാണ് എഴുതിയിരിക്കുന്നത്. ആ അവതാരിക തന്നെ ഈ പുസ്തകത്തിന് ഒരു ഈട് പകരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ കണിമോൾ എന്ന് പറയുന്ന കവയിത്രി പണിക്കൻകുടിക്കാരിയാണ്, മലയാളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന കവയിത്രിയാണ്. ഇടുക്കിക്കാരി എന്ന നിലയിൽ തന്നെ ആണ് കണിമോൾ ഇതിനകത്ത് കടന്നു വന്നത്, അല്ലേ? അതെ, ആ സ്ഥാനം കൊടുത്തത് കണിമോള്. അതുപോലെ ഇപ്പോൾ MP മനോജ് ഇപ്പോൾ കോഴിക്കോടാണ്. അതെ, കോഴിക്കോട് ഇടുക്കിക്കാരനാണെങ്കിലും ഡോക്ടർ MP മനോജ്. അപ്പോൾ അതുപോലെ പലരും, ദീപ നെല്ലിമറ്റം, ഇപ്പം നെല്ലിമറ്റത്താണ് താമസിക്കുന്നത്. ഇനിയിപ്പോഴും ആന്റണി വിനിയർ ആണ്.
അല്ല, അതുപോലെ പ്രഗത്ഭർ എടുത്തു പറയാൻ ധാരാളം പേരുണ്ട്. അത് GK ഫിലിപ്പ്, പിന്നെ കാഞ്ചിയാർ രാജൻ, KR രാമചന്ദ്രൻ, കരുവാറ്റ സാറ്, കരുവാറ്റ K ജയചന്ദ്രൻ, ജയേന്ദ്രൻ എഴുതി ഉണ്ട്. അങ്ങനെ ശിലാലാല്, മിനി മീനാക്ഷി, പിന്നെ തുടങ്ങിയാൽ നമ്മുടെ പുതിയ എഴുത്തുകാരായ ദീപു, പ്രിൻസ് വേലി തുടങ്ങിയ അനുകുമാർ തൊടുപുഴ, അങ്ങനെ പേരെടുത്തുള്ള ഒത്തിരി പേര്, ധാരാളം പേർ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വളരെ ചിരപ്രതിഷ്ഠ നേടിയ കവികളോടൊപ്പം പുതിയ എഴുത്തുകാരെയും ചേർത്ത് നിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. അതൊരു വലിയ സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ്. കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അവർ എഴുതി തെളിഞ്ഞവരെ മാത്രം പുസ്തകത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു നീതിയല്ല. അതുകൊണ്ടാണ് ആ നീതി പുലർത്തണമെന്ന് വിചാരിച്ചത്. ആ നീതി പുലർത്തുന്നതിനൊപ്പം തന്നെ മറ്റു കാര്യമുണ്ട്. ഈ മുതിർന്ന എഴുത്തുകാർ ആരും തന്നെ ഞങ്ങളുടെ മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്നൊരു സാക്ഷ്യം കൂടി വെച്ചില്ല. അത് ഞങ്ങൾക്ക് വലിയ സഹായമായി. അത് തന്നെ അവരുടെ വലിയ മനസ്സിനെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നതിൽ. ഈ പുസ്തകം ഇറങ്ങുന്നതോടുകൂടി ഈ ഹൈറേഞ്ചിൻ്റെ സാംസ്കാരിക രംഗത്ത് എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്? പുതിയ കവികൾക്കൊരു അവസരം ഉണ്ടാകും. അത് മാത്രമല്ല, ഈ പുതിയ കവികൾക്ക് മറ്റുള്ള കവിതകൾ എങ്ങനെയാണെന്നും തങ്ങളുടെ കവിതകൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നും എന്തൊക്കെ മാർഗങ്ങളിലേക്ക് പോകണമെന്നും ഒക്കെ പഠിക്കാനും താരതമ്യം ചെയ്യാനും ഒക്കെ ഉള്ളൊരു പുസ്തകമായി ഇത് അവർക്ക് പ്രയോജനം ചെയ്യും. അഫ്സൽ, താങ്കൾ പറഞ്ഞല്ലോ, ഈ സാംസ്കാരിക രംഗം മാത്രമല്ല, വിദ്യാഭ്യാസ രംഗം, ഒരുപക്ഷെ ആതുര ശുശ്രൂഷ രംഗം, സാമൂഹിക രംഗം, ഈ രംഗങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ. ചില അനീതികൾക്കെതിരെ നിങ്ങൾ പോരാടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് ചില അനീതികൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏതൊക്കെ മേഖലയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് അവിടെയൊക്കെ നിങ്ങൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു ധാരാ കലാസാഹിത്യവേദി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും സാറേ, അത് ധാര രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച ഒരു കാര്യം, ഇതുവരെ പല സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അനുവർത്തിച്ച് പോകുന്ന രീതികൾക്ക് വിപരീതമായി എന്നല്ല, അതിനോടൊപ്പം നിൽക്കുന്നതോ അല്ലെങ്കിൽ അതിനു മുകളിൽ നിൽക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും കലാകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനും അവർക്ക് പല അവസരങ്ങളും നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. അവസരങ്ങൾ കുറവാണ്. ഹൈറേഞ്ചിലെ ആളുകൾക്ക് അവസരങ്ങൾ വളരെ കുറവുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഇപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ധാരാ ഓർക്കസ്ട്ര, ഗാനമേള ട്രൂപ്പ് ഉൾപ്പെടെ ഒക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ മേഖല ഇപ്പോൾ കലാകാരന്മാർക്ക് നമ്മുടെ ഈ മേഖലകളിലെല്ലാം തന്നെ പ്രവർത്തിക്കാൻ കഴിയും. കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഗോത്രമൃഗ മേഖലയിൽ നല്ല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കുണ്ട്. അതിപ്പോൾ നന്നായിട്ട് കൊണ്ടുപോകാനുണ്ട്. കുറത്തിക്കൂടി സ്കൂൾ 2 വർഷം രണ്ടാമത്തെ വർഷം നമ്മൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ പെട്ടിമുടി സ്കൂൾ കൂടി നമ്മൾ അതും ഗോത്രവർഗ വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളാണ്. അവിടെയും ഹാജർ നിലവാരം ട്രൈബൽ LP എസും കൂടിയാണ്. അതെ, LP സ്കൂളാണ്. നമ്മുടെ അടിമാലി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അതിന് നമുക്ക് സാമ്പത്തികമായി അത് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സാമ്പത്തികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഹൈറേഞ്ചിലെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി വലിയ ഒരു സാമ്പത്തിക അവസ്ഥയുള്ള ആളുകളൊന്നുമല്ല. അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി സുബിൻ സുകുമാരൻ എന്ന ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കിയാൻ ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, നമ്മുടെ ധാരയുടെ പ്രസിഡന്റിന്റെ സഹപാഠി, അവർ ഒരുമിച്ച് പഠിച്ചതാണ്. ബ്രിനേഷ്, അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ഉണ്ട്. അതായത് നമുക്കിപ്പോൾ സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട് സ്കൂളുകളിൽ. സ്റ്റൈഫൻഡ് കൊടുക്കുന്നത് 500 രൂപ വെച്ചിട്ട് ഒരു കുട്ടിക്ക്, കൃത്യമായ ഹാജർ നിലവാരമുള്ള കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹാജർ നിലവാരം നല്ല രീതിയിൽ ഉയരുകയും നമ്മൾ അവസാന ഘട്ടമായപ്പോൾ സ്കൂളിലെ അവസാന വർഷമൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത് പൂർണ്ണമായി തന്നെ വിദ്യാർത്ഥിനികൾ സ്കൂളിലെത്തുന്ന ഒരവസ്ഥ. അത് സ്റ്റൈഫൻഡ് വാങ്ങാനും പിന്നെ അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിമാനം, അതിപ്പം ട്രെയിൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, വിമാനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, അന്നേരം അതൊക്കെ കാണാനുള്ള അവസരങ്ങൾ കൊടുത്തു എറണാകുളത്ത് പോവുകയും ഈ കുട്ടികൾക്കെല്ലാം ആ രീതിയിലുള്ള അവർക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അവർക്ക് നമ്മുടെ കുട്ടികളെ പോലെ തന്നെയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ഈ 2 വർഷക്കാലം കൊണ്ട്. വിജയമോഹൻ സാർ, ഈ വാക്കുപൂക്കുന്ന ഘടകങ്ങൾ എന്ന കൃതി ഇതിനോടകം തന്നെ പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വളരെ വലിയൊരു പ്രചണ്ഡമായൊരു പ്രചരണം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നാളെ കഴിഞ്ഞ് അടിമാലിൽ നടക്കാൻ പോകുന്ന
ഈ പ്രകാശനം ഒരു വലിയ സംഭവമാണ് എന്ന് ആളുകൾ ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു പ്രചരണം ഇത്ര ശക്തമായ നിലയിൽ അല്ലെങ്കിൽ പ്രചണ്ഡമായ നിലയിൽ നടത്താൻ നിങ്ങളെ സഹായിച്ചത് എന്തൊക്കെയാണ്? ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ ഇവിടുത്തെ സാഹിത്യകാരന്മാരെ സഹായിച്ചു, ഇവിടുത്തെ പൊതുജനങ്ങളെ സഹായിച്ചു. തന്നെയല്ല ധാരാളം ഒരു നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്ക് ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് വലിയ ഒരു പ്രചാരണം നടത്താൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഈ ഓൺലൈൻ സംവിധാനം അതിന് വേണ്ടിയിട്ട് നന്നായി വളരെയധികം. ഈ ഇടുക്കിയിലെ മുഴുവൻ എഴുത്തുകാരെയും കോർത്തെടുക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി എഴുത്തുകാർ, ഒരുപക്ഷെ ഇതിനകത്ത് എഴുതാത്തവർ പോലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു. അതൊരു പുതിയ തന്ത്രമായി ഇതുവരെ ആരും സ്വീകരിക്കാത്ത ഒന്നായി തോന്നി. ആരായിരുന്നു ഇതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം? ഗണേഷ് തന്നെയായിരുന്നു. ഗണേഷ് തന്നെയായിരുന്നു. തീർച്ചയായും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നവമാധ്യമങ്ങളിൽ ഒക്കെ വ്യത്യസ്തമായ പല ആശയങ്ങളും, അതുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ആഴ്ത്തിറങ്ങി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധാര എപ്പോഴും ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ 9 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണുള്ളത്. ഈ 9 പേർക്കും ഓരോ ചുമതലകളാണ്. അത് നവമാധ്യമത്തിന് ഒരു ചുമതല ഉണ്ടാവും. അതുപോലെ തന്നെ അതൊരു വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ ജെൻഡർ രംഗത്ത്, അതുപോലെ നമ്മുടെ ആദിവാസി മേഖലകളിലെല്ലാം, അങ്ങനെ അത്ര മേഖലകളിലെല്ലാം തന്നെ വ്യത്യസ്തമായ കൺവീനർമാരെ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി എടുത്തുകൊണ്ടാണ് നമ്മൾ. ബ്രിനേഷിനെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രധാന ആളെന്ന നിലയിൽ, കൺവീനറാണ് അദ്ദേഹം എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം സ്ഥലത്ത് താൽക്കാലികമായി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭാവം ഇവിടെ ഉണ്ടായത്. അതുപോട്ടെ, ഞാൻ പറയാൻ വന്നത് ശ്രീ എൻ വിജയമോഹൻ എന്ന് പറയുന്ന കവി, അതിന് ഉത്തരം പറയേണ്ടത് അഫ്സലാണ്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം അറിയപ്പെടുന്നൊരു കവിയാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹം വാതിൽ മാസികയുടെ എഡിറ്ററാണ്. ശ്രദ്ധേയമായ എഡിറ്റോറിയലുകൾ എഴുതി കേരള സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പ്രമുഖരായ എഴുത്തുകാരുടെ എല്ലാം കവിതകൾ ആദ്യം കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്ന അവസ്ഥ അതൊരു കുറവായിട്ട് ഞാൻ കണ്ടുകൊണ്ട് ചോദിക്കുന്നതല്ല. പക്ഷെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ, അത് ധാര ആണോ അതിൻ്റെ പിന്നിൽ എന്ന് തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റും? ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ആദ്യാന്തം പ്രവർത്തിച്ച ഒരു മുഖ്യമായും ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് വിജയമോഹൻ മാഷിനെ ഞങ്ങൾ കാണുന്നത്. പിന്നെ ധാരയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും സഹകരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ വിജയമോഹൻ സാർ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും പുറകിൽ കവിത പോയതുകൊണ്ട് കവിത സാറിന്റെ പിന്നോട്ടാണ്. സാറ് തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. ഒരിക്കലും ഞാൻ അങ്ങനെ കരുതുന്നേ ഇല്ല. ഈ ചോദ്യത്തിന്റെ പിന്നിൽ പോലും അങ്ങനെ ഒരു കരുതലില്ല. പക്ഷേ ഒരുപക്ഷെ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ വിജയമോഹൻ സാറ് സ്വയം പിന്നോട്ട് പോയതാണോ, പിന്നിലാക്കിയതാണോ എന്നൊരു ചോദ്യം വരാൻ പാടില്ലല്ലോ. ഇതിന്റെ എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് അല്ല, അവർക്ക് എനിക്ക് അത്ര നിർദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒരു കടിഞ്ഞാണും ഇല്ലായിരുന്നു. എൻ്റെ ഇഷ്ടം പോലെ മനോഗതനുസരിച്ച് ചെയ്യാം എന്നതായിരുന്നു നിർദ്ദേശം. അതിന് മുഴുവൻ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. വിജയമോഹൻ മാഷ് തന്നെയാണ് ഇത് അവസാനം മതി എല്ലാം നിർദ്ദേശിച്ചത്. അപ്പോൾ വിജയമോഹൻ സാർ, ഈ പരിപാടി സത്യത്തിൽ വേണം. ഇപ്പം മുരുകൻ കാട്ടാക്കടയാണ് ഇതിൻ്റെ കവർ പ്രകാശനം ചെയ്ത് തിരുവനന്തപുരത്ത് വെച്ചത്. ഒരുപക്ഷെ ധാര നോക്കി അതിനുള്ള ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ധാര നോക്കിയാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ അടിമാലിയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രകാശനം ചെയ്യിക്കാമായിരുന്നു. വലിയ ചണ്ടയൊക്കെ കൂട്ടി നടത്താം, യാതൊരു സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ട? അത് നമ്മുടെ അടിമാലിയിലുള്ളവർ തന്നെ ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇടുക്കിയിലുള്ളവർ തന്നെ ഇതിൻ്റെ പിന്നിൽ മതി എന്നൊക്കെ കാര്യം. നമുക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, അല്ല കേരള സാഹിത്യ അക്കാദമി അംഗം, കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിയ ആളൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്ന, മോബിനെ പോലുള്ളവർ. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാൽ പോലും വേണമെങ്കിൽ അറിയപ്പെടുന്ന ഒരാളെ കൊണ്ടുവരാമായിരുന്നു. എന്താണ് വേണ്ടതെന്ന് വെച്ചത്? അതുതന്നെ ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം സാർ. അതായത് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ അതിന് കഴിവും പ്രാപ്തിയുള്ളവരുണ്ട്. അപ്പം പിന്നെ ഇതൊരു ഷോ അല്ല, ഇതൊരു എക്സിബിഷൻ അല്ല, ആത്മാർത്ഥതയോടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ തീർച്ചയായും ഇവിടുത്തെ കവികളാണ്, ഇത് പ്രകാശനം ചെയ്യേണ്ടത് ഇവിടെയുള്ള ആളുകൾ തന്നെയാണ്, ഇടുക്കിയിലുള്ള ആളുകൾ തന്നെയാണെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ മീറ്റിംഗ് ആലോചിച്ച സമയത്ത്, വിജയമോഹൻ സാർ ഉൾപ്പെടെ ആലോചിച്ച സമയത്ത് നമ്മളിതിൻ്റെ കവർ പ്രകാശനം മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ഓഫീസിൽ പോയിട്ട്, ട്രിവാൻഡ്രത്ത് പോയിട്ടാണ് നമ്മളത് നിർവഹിച്ചത്. അതുപോലെ തന്നെ അവിടെ ചെന്ന് പ്രകാശനം നിർവഹിച്ച ശേഷം നമുക്ക് നല്ലൊരു കലാസാഹിത്യ രംഗത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളെ വേണം എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തെ നമ്മൾ ആലോചിച്ചത്.
അതിനുശേഷം ഇത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൈറേഞ്ചിലെയും ഇടുക്കി ജില്ലയിലെയും പ്രമുഖരായിട്ടുള്ള കവികളും അതുപോലെ തന്നെ പുതുതായി എഴുതി തുടങ്ങിയിട്ടുള്ള എഴുത്തുകാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണിത്. തീർച്ചയായും അത് ഉദ്ഘാടനം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് ഏറ്റവും യോഗ്യരായ നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള എഴുത്തുകാരെയും പല ആവർത്തി ചർച്ച ചെയ്തതിനു ശേഷം തന്നെ എടുത്ത തീരുമാനം. ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും, കാരണം മൊബിൻ സാറിനെ പോലെയുള്ള ആളുകൾ, നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ, അതുപോലെ തന്നെ നമുക്ക് ജോസാർ ഇപ്പം ഇതിന്റെ അവതാരകൻ എന്നുള്ള നിലയിലാണ് പോലും നമ്മൾ ഇവിടെ ഈ നമ്മുടെ കലാ സാംസ്കാരിക മേഖലകളിൽ കലാരംഗത്തെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. ഇവർക്കെല്ലാവർക്കും ആണ് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെ എഴുത്തുകാരുടെ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ ആദ്യ ഘട്ടത്തിൽ അവർക്കാണ് കൂടുതൽ. പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ധാര ഇതിനൊക്കെ ഒരു മാതൃകയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് ചോദിക്കാനുള്ള ഒരു കാരണം. സാർ, ഇപ്പോഴൊക്കെ എന്താ കവികൾ, പണ്ടൊക്കെ അല്ലായിരുന്നോ കവികൾ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്കാണ് നമ്മൾ ഈ പുസ്തകം ഇറക്കി വിടുന്നത്. 70ഓളം കവികൾ കേരളത്തിൽ ഇടുക്കിയിൽ തന്നെ ഉണ്ട് എന്നും അവരെ കോർഡിനേറ്റ് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതിനെ അല്പ ആശ്ചര്യത്തോടെ കാണുന്ന ഒരു മറുവിഭാഗമുണ്ട്. എന്തായിരിക്കും സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്നാമത് ഇത് ഒരു എക്കണോമിക് മോട്ടീവിനോടുകൂടി നടത്തിയ അല്ല, അവിടെ അങ്ങനെ ഒരു ഭാഗമേ അതിനകത്തില്ല. ഇതിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് ഈ പുസ്തകം പരിശോധിച്ചാൽ അറിയാം, അതിൽ എഴുത്തുകാർ നല്ല തെളിമയാകാൻ സാധ്യതയുള്ള എഴുത്തുകാർ അതിനകത്ത് ഉണ്ട്. അപ്പം അവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ തന്നെയാണ് വലിയൊരു സാമ്പത്തിക ഭാരം ഇത് വന്നിട്ടുണ്ട്. ധാരയ്ക്ക് വലിയൊരു സാമ്പത്തിക ഭാരം വന്നിട്ടുണ്ട്. ആ സാമ്പത്തിക ഭാരത്തെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോത്സാഹനം തന്നെ നടത്തുന്നത് ഇതിൽ അവരുടെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അത് മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ പറച്ചിൽ ഇത് കേൾക്കേണ്ടവർക്ക് കേൾക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. അതായത് എത്ര നാൾ ഇവർക്ക് ഇങ്ങനെ ഈ സാമ്പത്തികം മുടക്കി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചും ആലോചിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ധാരയെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കൂടെ ഉണ്ട് എന്നുള്ള സമൂഹം തിരിച്ചറിയണമെന്നൊരു അഭ്യർത്ഥന എനിക്കവിടെ ഉണ്ട്. തീർച്ചയായിട്ടും സമൂഹം എന്തായാലും തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരും. ആദ്യമൊക്കെ പിന്തിരിഞ്ഞു നിന്നാലും കണ്ണടച്ച് നിന്നാലും പിന്നെ സമൂഹത്തിന് ഇതിൽ നിന്ന് മാറി നിൽക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അഫ്സൽ, അങ്ങ് പുതിയ കവിതകളൊക്കെ എഴുതുന്ന പുതിയ നവീന കവിതകൾ അല്ലെങ്കിൽ പുതിയ ഭാവുകത്വത്തിൻ്റെ കവിതകൾ എഴുതുന്ന ആളാണല്ലോ. കവിതയുടെ രീതി, എഴുത്തിൻ്റെ രീതി, അതിൻ്റെ ഭാഷാ രീതി, അതിൻ്റെ ശില്പഭംഗി, അതിൻ്റെ രൂപഭദ്രത ഒക്കെ മാറി മറിയുകയാണ് ദിവസം ചെല്ലുന്തോറും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പുതിയ കവിതകളാണ് കൂടുതലും ഈ പുസ്തകത്തിനകത്തുള്ളത്. ആ പുസ്തകത്തെ സമൂഹം ഏറ്റെടുക്കുമോ? തീർച്ചയായും ഏറ്റെടുക്കും. കാരണം ഒരു പുസ്തകം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അടയാളപ്പെടുത്തലുകളാണല്ലോ. ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മറ്റുള്ള മേഖലകളിലുള്ള മാറ്റം ഉണ്ടാകുന്ന പോലെ കലാ സാഹിത്യ രംഗത്തെല്ലാം തന്നെ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. സാഹിത്യരംഗത്ത് മാറ്റം വന്നിട്ടുണ്ട്, കവിതകൾ എഴുതുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് അടിസ്ഥാനപരമായി ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് അത് അവരുടെ കാലത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഈ അടയാളപ്പെടുത്തലുകൾ മനുഷ്യ കുലം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതലും വ്യത്യസ്തരായിട്ടുള്ള ആശയങ്ങളുള്ള പുതിയ കവികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. പുതിയതായി എഴുതി തുടങ്ങി ആദ്യമായി അച്ചടി മഷി പുരണ്ട് കണ്ട ഒരു 20-25ഓളം കവികൾ ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് കാണും. നമ്മൾ കൂടുതൽ അതിനു മുമ്പ് 1-2 എഴുതിയ ആളുകളുമുണ്ട്. പക്ഷേ ഇതിന് വർഷങ്ങളായി എഴുതുന്ന ആളുകളുമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും തുല്യ പരിഗണനയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ, പ്രത്യേകിച്ച് കവിതാ ഭൂപടത്തിൽ അവർക്കും കൂടി നമ്മൾ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു അല്ലേ സാർ? ഈ കവികളുടെ എണ്ണം വല്ലാതെ കൂടുന്നു എന്ന് ഒരാക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ 70ഓളം കവികളെ ഇതിനകത്ത്. സത്യത്തിൽ കവികളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഞാൻ ആ പ്രസ്താവനയെ പൂർണ്ണമായും നിരാകരിക്കുന്നു. ഒന്നാമത്, കവികൾ അല്ലെ സാഹിത്യകാരന്മാർ അവരൊരിക്കലും രാജ്യദ്രോഹികളോ സാമൂഹ്യദ്രോഹികളോ ക്രിമിനലുകളോ ആകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രമാത്രം സാഹിത്യകാരന്മാരുണ്ടായാലും എത്രമാത്രം കവികളുണ്ടായാലും അത് ഈ നാടിൻ്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാൻ തന്നെയുള്ളൂ.
ഒരുപക്ഷെ ഗുണപരമായ മാറ്റം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അത് കാലാന്തരത്തിൽ ഉണ്ടായിക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എത്രമാത്രം ജനസംഖ്യക്കൊപ്പം തന്നെ കവികളുണ്ടായാലും അത് തീർച്ചയായും ഒരു നാടിൻ്റെ സാംസ്കാരിക വളർച്ചയായി തന്നെ ഞാൻ കാണുന്നു. അതിനെതിരായുള്ള പ്രചരണം അസംബന്ധമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ കവികളുടെ എണ്ണം കൂടുന്നു എന്നതുകൊണ്ട് കവികൾ കൂടുതൽ കവിത എഴുതുന്നു, കൂടുതൽ വായിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു മുഖ്യധാരയിലേക്ക് പല കവികളും എത്തപ്പെടുന്നില്ല. അപ്പം ഇന്നലെ ഞാൻ ഒരാളുമായി സംസാരിക്കുമ്പോൾ അത്യാവശ്യം വായിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഇത്ര വലിയൊരു സംഭവമാണ് അടിമാലിൽ നടക്കുന്നത്, പക്ഷേ അതിലെ പലരും മുഖ്യധാരയിലേക്ക് എത്തുന്നില്ല എന്ന്. സത്യത്തിൽ അതൊരു ആക്ഷേപമായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. അങ്ങനെ എല്ലാവരും മുഖ്യധാരയിലേക്ക് എത്തണമെന്നോ ഇല്ലേ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആളുകൾ ഇങ്ങനെയൊക്കെ ധരിക്കുന്നു. അതൊരു തെറ്റായ ധാരണയാണ്. മുഖ്യധാര എത്തിക്കൽ മാത്രമേ ആ കവിയായി അംഗീകരിക്കുള്ളൂ എന്ന, അല്ല എഴുത്തുകാരനായി അംഗീകരിക്കുന്നുള്ള നമ്മുടെ തെറ്റായ ഒരു ധാരണയുണ്ട്. അത് പണ്ട് പോലെ നിലനിന്നതാണ്. അതൊക്കെ ഇപ്പോൾ അസ്തമിച്ചു പോയി. ഏതാനും ആളുകളിൽ മാത്രമേ അത്തരം ചിന്തകൾ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. അഫ്സൽ, നമുക്ക് കുറച്ചു കാലം മുമ്പ് വരെ എല്ലാത്തിനും ഒരു കേന്ദ്രീകൃത സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മുടെ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ ഒരു കേന്ദ്രീകൃത സ്വഭാവം നമുക്ക് കാണാം, ഭരണരംഗത്ത് പോലും. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഭരണരംഗമൊക്കെ വികേന്ദ്രീകരിക്കപ്പെട്ടു, മാധ്യമങ്ങൾ വികേന്ദ്രീകരിക്കപ്പെട്ടു, കവിത വികേന്ദ്രീകരിക്കപ്പെട്ടു, സാഹിത്യം വികേന്ദ്രീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഇത് കൂടുതൽ ജനകീയമായി, പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ ജനകീയമാവുകയും ആർക്കും കവിത എഴുതാവുന്ന ഒരു സംവിധാനത്തിലേക്ക്, അതൊരു തെറ്റല്ലല്ലോ, ഒരിക്കൽ പോലും അല്ല. അതിലേക്ക് അതിൻ്റെ ഗുണപരതയെ എങ്ങനെയാണ് അഫ്സൽ ഒരു പുതിയ കവി എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? പ്രധാനമായും കവിതയുടെ ആഖ്യാന രീതികൾക്കെല്ലാം വലിയ മാറ്റം വന്നു മുമ്പ് നമ്മൾ പറഞ്ഞു. ഇപ്പം അത് ഈ നവമാധ്യമങ്ങൾക്ക് വലിയൊരു പ്രശസ്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പേപ്പറിൽ എഴുതി, കവിത എഴുതി പ്രസിദ്ധീകരിച്ച് പോകുന്ന ഒരു കാലഘട്ടം അസ്തമിക്കുന്നു എന്നല്ല പറഞ്ഞത്, പക്ഷേ നവമാധ്യമങ്ങൾക്ക് വലിയ പ്രശസ്തി വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. ഈ കവിതയുടെ രചനാ രീതിയിലും മറ്റുള്ള മാറ്റങ്ങൾ, അതിൻ്റെ പ്രസിദ്ധീകരണ ശൈലിയിലുമെല്ലാം തന്നെ ഈ നവമാധ്യമങ്ങൾക്ക് വലിയൊരു പങ്ക് ഈ ആധുനിക കാലഘട്ടത്തിലുണ്ട്. അപ്പം പക്ഷേ നമ്മൾ ആശയപരമായി കവിതകൾ എഴുതുന്നതിനോടോ കവിതകളുടെ രീതികളോടോ ഒന്നും വ്യത്യസ്തമായ മാറ്റം, വലിയ കാര്യമായ മാറ്റം വന്നിട്ടില്ലെങ്കിലും ഈ മാധ്യമങ്ങൾ, പുതിയ മാധ്യമ രീതി ഈ കവികൾക്ക് പുതിയൊരു മാനം നൽകുന്നു. വിജയമോഹൻ സാർ, ഇപ്പോൾ അഫ്സൽ പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഈ ഒരു പുതിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കൽ നടക്കുന്നുണ്ട് എഴുത്തുകാർക്കിടയിൽ. അതായത് അവർക്ക് ഇപ്പോൾ ഒരു എഡിറ്ററുടെ മാഗസിനിലേക്ക് ഇത് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ സ്വയം എഡിറ്ററാവുന്നു, സ്വയം പ്രസിദ്ധീകരിക്കുന്നു. അങ്ങ് ഒരു മാസികയുടെ പത്രാധിപർ എന്ന നിലയിൽ അങ്ങേക്ക് കിട്ടുന്ന കവിതയെ പരിശോധിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ട്. ഇതൊന്നും നടക്കുന്നില്ല. അത് അവരവർ തന്നെ പ്രസിദ്ധീകരിക്കുന്നു, അവർ തന്നെ എഴുതുന്നു, അവർ തന്നെ പ്രസിദ്ധീകരിക്കുന്നു, ആളുകൾ വായിക്കുന്നു, കമൻ്റ് ഇടുന്നു. ഇത് ഒരു പരിധിവരെ കവിതയെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. അത് കവിതയ്ക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, കവിത മറ്റുള്ളവരിലെത്താൻ വലിയ സഹായമായൊരു മാധ്യമമായി ഇത് മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയമുള്ളത്, ഇവിടെ ഒരു വിയോജിപ്പുണ്ട്. അത് ഈ നമ്മൾ കവികൾ ഇന്ന് എടുക്കുന്ന പ്രമേയങ്ങളോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ആ പ്രമേയങ്ങൾ കാലത്തിനിണങ്ങിയതാണോ എന്നൊരു സംശയം എനിക്കെപ്പോഴും ഉണ്ട്. ഉദാഹരണം, നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടം ഒരു കാലഘട്ടത്ത് ഭൂരിപക്ഷം ജനങ്ങൾക്ക് ഭക്ഷണവും പാർപ്പിടവുമില്ല എന്ന ആരോപണത്തിൻ്റെ അല്ലെങ്കിൽ പരാതിയുടെ വരമ്പിൽ നിന്നും നമ്മളിപ്പോൾ ഭൂരിപക്ഷത്തിന് ആവശ്യത്തിന് ദേവാലയങ്ങളില്ല എന്ന ഒരു മതിൽ കയറി നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്ത് കവികളും എഴുത്തുകാർ എടുക്കേണ്ട വിഷയങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. മുഖ്യധാരയിലേക്ക് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ പോലും ഫേസ്ബുക്കിൽ ഇടുക്കിയിൽ നിന്ന് 3-4 കവികൾ അതുമായി ബന്ധപ്പെട്ട് എഴുതിയത് നല്ല ശക്തമായ എഴുത്തായിരുന്നു, തീക്ഷ്ണമായ എഴുത്തായിരുന്നു, കാര്യം സംശയമില്ല. അപ്പോൾ മിനാരങ്ങൾ മുലകളാണ്, മുലകൾ അരിയുന്നു എന്ന് അക്ബർ എന്ന് പറയുന്ന കവി പറയുന്നുണ്ട്. അതിനകത്തൊരു പൗരാണിക ബിംബത്തിൻ്റെ പശ്ചാത്തലവും കൂടിയുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് ദീപു ആയാണെങ്കിലും ജോസിൽ സെബാസ്റ്റ്യൻ ആണെങ്കിലും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ട്, എന്നാൽ മുഖ്യധാരയിൽപ്പെട്ട നമ്മുടെ പ്രമുഖ കവികളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കും, അവരാരെയോ ഭയപ്പെടുന്നുണ്ട്. അതിന് കാരണം സാറേ,
കവിതയുടെ വൃത്തം നഷ്ടപ്പെട്ടു. പക്ഷേ കവികളേറെ വൃത്തങ്ങളിലാണ്, എഴുത്തുകാരേറെ വൃത്തങ്ങളിലാണെന്നുള്ളതാണ്. ഒന്നേ രാഷ്ട്രീയമോ അല്ലെ വിശ്വാസം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിലൊക്കെ വൃത്തങ്ങളിലാണ് ഇവർ അകപ്പെട്ടു പോയിരിക്കുന്നത്. അവിടെ നിന്ന് അത് മുറിച്ച് കിടക്കാൻ ഇവർ കഴിയുന്നില്ല എന്നാണ് ഒരു വെള്ളം കിടക്കാത്ത കമ്പാർട്ട്മെന്റുകളായി ഇവരൊക്കെ ജീവിക്കുകയും ഇവരാണ് സമൂഹത്തെ നയിക്കേണ്ടത്. സാർ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് അനുവദിച്ച സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനമായി ഈ വാക്ക് പൂക്കുന്ന കാടകങ്ങൾ എന്ന് പറയുന്ന ഈ കൃതി നമ്മൾ ജനങ്ങളെ മുൻകൂട്ടി കാണിക്കുന്നതിൽ തെറ്റില്ല, പ്രകാശമാകുന്നതിന് മുമ്പ് ജനം കാണുന്നതിൽ തെറ്റില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ അതിശക്തമായി അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായും അതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്, എല്ലാ വിഭവങ്ങളും അതിനകത്തുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ധാര ആ കാര്യത്തിൽ അഭിമാനിക്കുന്നുണ്ടോ? തീർച്ചയായും സാറേ. ഇപ്പം നമ്മളിപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പുസ്തക പ്രസാദനരംഗത്താണ് ഇപ്പോൾ അവസാനം. നമ്മളിത് രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ധാരയെ സംബന്ധിച്ചിടത്തോളം. കാരണം കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്. ഇത് തീർച്ചയായും ഇടുക്കി ജില്ലയിലെ സാഹിത്യ മേഖലയിൽ എഴുത്തുകാർക്ക്, കവികൾക്ക് പുതിയ അവസരങ്ങളുടെ ജാലകം തുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവരെ കൂടുതൽ സമൂഹത്തിൽ ഇപ്പം ധാര എന്ന സംഘടന കൂടുതലും നമ്മുടെ കേരളത്തിൽ തന്നെ വിദേശത്തുൾപ്പെടെ ഒക്കെ നമുക്ക് ഒത്തിരി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു സംഘടന തന്നെയാണ്. പുറത്തു നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ ഇതിൻ്റെ അംഗങ്ങളാണ്. നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു ഇത് കൂടിയാണ് ധാര. അതിന് പല രീതിയിലുള്ള പുസ്തക പ്രസാദന രംഗത്തും അതിന് വിതരണത്തിൻ്റെ രംഗത്തൊക്കെ തന്നെ നമുക്ക് സഹായം ആകും നമ്മൾ തന്നെ പ്രതീക്ഷിക്കും. വളരെ സന്തോഷമുണ്ട് അഫ്സൽ. ഈ സമയത്തിൻ്റെ പരിമിതി മൂലമാണ് ഞാൻ ഇടപെട്ടത്. തീർച്ചയായിട്ടും ഇവിടെ വന്നതിനും നമ്മുടെ ഒരു സാംസ്കാരിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകി, ഊർജം പകർന്നുകൊണ്ട് ഈ വാക്ക് പൂക്കുന്ന കാടകങ്ങൾ പ്രകാശിതമാവുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിനും ജനങ്ങളെ അറിയിക്കാനായി ഇവിടെ എത്തിയതിനും മീഡിയ നെറ്റിൻ്റെ നന്ദി. ലോകത്തെമ്പാടും സാഹിത്യത്തിനുണ്ടായ മാറ്റങ്ങൾ നമ്മുടെ ഇടുക്കിയുടെ കാടകങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളുടെ ആ സ്പന്ദനങ്ങൾ അതേപടി ഏറ്റെടുത്തുകൊണ്ട് ഇടുക്കി കവികൾ 70 പേർ വാക്കുപൂക്കുന്ന കാടകങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. നന്ദി, നമസ്കാരം.